എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. ദൈവം പണിയുന്ന കുടുംബത്തിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ വായിക്കുന്നു. അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് നിയന്ത്രിക്കാതെ ഇരുന്നതുകൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ ഭവനത്തിൻ്റെ അകത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ലെന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഏലി ഇസ്രായേലിൽ ന്യായാധിപനും മഹാപുരോഹിതനുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കൾ കൊള്ളരുതാത്തവരും വഷളന്മാരുമായിരുന്നു. എന്നാൽ അവരെ ശാസിച്ചമർത്തുവാൻ ഏലിക്ക് കഴിഞ്ഞില്ല. അത് കഴിയാതിരുന്നത് ഒരു പക്ഷേ അവരുള്ള അമിത സ്നേഹമായിരിക്കാം. അബ്രഹാമിനെ പറ്റി ദൈവം ഈ പ്രകാരമാണ് ഉൽപ്പത്തി 18-ൽ പറയുന്നത്: എന്തെന്നാൽ അബ്രഹാം തൻ്റെ മക്കളോടും തൻ്റെ കാലശേഷമുള്ള കുടുംബത്തോടും ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന നീതിയും ന്യായവും പ്രവർത്തിക്കണമെന്ന് ആജ്ഞാപിക്കേണ്ടതിന് അങ്ങനെ യഹോവ അവനോട് അരുളി ചെയ്തത് നിവർത്തീകരിക്കേണ്ടതിനുമാണ് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വാക്യം വളരെ ഒരു പ്രസക്തമായ ഒരു വാക്യമാണ്. തൻ്റെ മക്കളെ ദൈവവചനത്തിൻ്റെ വഴിയിൽ അഭ്യസിപ്പിക്കുകയും നടത്തുകയും ചെയ്യുക എന്നത് ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വവും ശുശ്രൂഷയുമാണ്. ഒരു പിതാവ് എങ്ങനെ മക്കളെ അഭ്യസിപ്പിക്കും, എങ്ങനെ കൽപ്പിക്കും എന്നതിനെക്കുറിച്ച് തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. സ്തോത്രം. പിതാക്കന്മാർ പലപ്പോഴും കോപശീലമുള്ളവരാണ്, മക്കളെ കോപിപ്പിക്കുന്നവരുമാണ്. മക്കളുടെ മുന്നിൽ വെച്ച് അമ്മയെ അനാവശ്യമായി വഴക്ക് പറയുന്നത്, അമ്മയുടെ നേരെ കോപിക്കുന്നത്, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഭവനത്തിൽ വഴക്കുണ്ടാക്കുന്ന പിതാക്കന്മാർ, ഇതെല്ലാം മക്കളെ കോപിപ്പിക്കുന്നു. അച്ഛനമ്മമാർ മക്കളെ അച്ചടക്കത്തിൽ വളർത്തണം. അത് അവരുടെ ഭാവി നന്മയ്ക്കായിട്ടായിരിക്കണം. അച്ഛനമ്മമാർ ഭാവി നന്മയ്ക്കായിട്ട് മക്കളെ വളർത്തുമ്പോൾ അത് സ്നേഹത്തിലും അച്ചടക്കത്തിലും വേണം. സ്നേഹവും അച്ചടക്കവും ഒന്നിച്ചു കൊണ്ടുപോകണം. സ്തോത്രം. എന്താണ് മക്കൾ ചെയ്ത തെറ്റെന്നും എന്തിനാണ് അവരെ ശിക്ഷിക്കുന്നതെന്നും അപ്പോൾ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ശിക്ഷണം എല്ലാം നടത്തുവാൻ. അപ്പോൾ തന്നെ മാതാപിതാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഭവനത്തിൽ, സഭയിൽ, സമൂഹത്തിൽ നല്ല സാക്ഷിയുള്ളവരായിരിക്കണം. കോപമുള്ളവരും ക്ഷമയില്ലാത്തവരുമായി മക്കളെ ശിക്ഷണം നടത്തരുത്. കൊലോസ്യ ലേഖനം 3:21 പറയുന്നത്: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ പ്രകോപിപ്പിക്കരുത്. ഭാര്യയുടെ മേൽ ഭർത്താവിന് ദൈവം അധികാരം കൊടുത്തതുപോലെ തന്നെ കുട്ടികളുടെ പരിപോഷണത്തിന് മാതാവിന് അധികാരമുണ്ട്. ചില പിതാക്കന്മാർ തങ്ങളുടെ മക്കളെ മാതാവിനെ കൊണ്ട് വഴക്ക് പറയുവാൻ, ശിക്ഷിക്കുവാൻ സമ്മതിക്കുകയില്ല. 9 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ തെറ്റിന് ശിക്ഷിക്കുവാനും വഴക്ക് പറയുവാനും അധികാരമുണ്ട്. ദൈവവചനം കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കുറവുകളും ശിക്ഷണ രീതിയും അവരുടെ അച്ചടക്കത്തെക്കുറിച്ചും മാതാപിതാക്കന്മാർ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, നീ അവയെക്കുറിച്ച് നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴിയിൽ കൂടി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഈ പ്രകാരം ആര് ചെയ്യുന്നുവോ അതിൻ്റെ ഫലം അവരുടെ ഭവനത്തിൽ ഉണ്ടാകും. മാത്രമല്ല, അങ്ങനെയുള്ള ഭവനത്തിൽ
സമാധാനവും സ്നേഹവും സന്തോഷവും പ്രത്യാശയും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഭവനത്തിലെ കുഞ്ഞുങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നത്. ഭവനം ദൈവത്തിൻ്റെ രൂപരേഖയായതിനാൽ പിതാവും മാതാവും ദൈവവചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അത് വേണ്ടുന്ന അവസരത്തിൽ എല്ലാ മക്കളോട് സ്നേഹപൂർവ്വം സാധാരണ സംഭാഷണത്തിലൂടെ അവരിലേക്ക് കവിഞ്ഞൊഴുകുകയും ചെയ്താൽ കുടുംബജീവിതവും മക്കളും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അനുദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ മൂലം പലപ്പോഴും കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ പല മാതാപിതാക്കന്മാർക്കും കഴിയാറില്ല ഈ കാലഘട്ടത്തിൽ. എന്നാൽ തിരുവചനം പറയുന്നത് നീ അത് നിൻ്റെ മക്കൾക്ക് ജാഗ്രതയോടുകൂടെ പഠിപ്പിച്ച് കൊടുക്കണമെന്നാണ്. ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കിയാൽ ഈ കാര്യത്തിൽ നാം വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടവരാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളുമായുള്ള യാത്രയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, ഡൈനിങ് ടേബിളിൽ അങ്ങനെ അനേക അവസരങ്ങൾ തിരുവചനം സംസാരിക്കുന്നതിന് നമുക്ക് ലഭിക്കുന്നത് നാം പാഴാക്കരുത്. സദൃശ്യവാക്യം 31:16 പറയുന്നത്, അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു, ദയവുള്ള ഉപദേശം അവളുടെ നാവിലുണ്ട്. ഒരു മാതാവിന് ലഭിച്ചിട്ടുള്ള ഈ ശുശ്രൂഷ എത്രയോ ശ്രേഷ്ഠകരമാണ്. നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന പക്ഷം അനുദിന ജീവിതത്തിൽ അവരോട് ദൈവവചനം സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് നാം ഒരിക്കലും പാഴാക്കരുത്. മാതാപിതാക്കന്മാരുടെ നാവിൽ നിന്ന് തന്നെ ദൈവവചനം കേട്ട് കുട്ടികൾ വിശ്വാസത്തോടെ ജീവിക്കുന്നത് എത്രയോ ശ്രേഷ്ഠവും സന്തോഷവും അനുഗ്രഹവുമാണ് നമ്മുടെ ജീവിതത്തിൽ. സ്തോത്രം. കുട്ടികളെ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് മാതാപിതാക്കന്മാർ നയിക്കണം. കർത്താവ് ശിശുക്കളെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. ഈ പ്രകാരം കർത്താവിൻ്റെ അടുക്കിലേക്ക് അവരെ നയിക്കുക എന്ന ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. അത് ഏത് ഘട്ടത്തിൽ നാം ആരംഭിക്കണം? സങ്കീർത്തനം 22:9 പറയുന്നത്, നീയോ എന്നെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. സ്തോത്രം. ഒരമ്മ തൻ്റെ ശിശുവിനെ മുലയൂട്ടുമ്പോൾ തന്നെ അവൾ ആ കുട്ടിക്ക് ദൈവവചനമാകുന്ന പാൽപ്പാട്ടിലും കഥയിലും കാണാപ്പാഠം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പല കുടുംബത്തിലും കുടുംബ പ്രാർത്ഥനയില്ല, ഒരുമിച്ചിരുന്ന് കൂട്ടായ്മയില്ല. മാതാപിതാക്കന്മാർ കുട്ടികളുടെ ഇഷ്ടത്തിനോ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിനോ അവരെ വളർത്തുന്നു. ദൈവ ഇഷ്ടം പലപ്പോഴും നോക്കാറില്ല. മാതാപിതാക്കന്മാർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടതിന്, അല്ലെങ്കിൽ അടുക്കളയിൽ ചില വർക്കുകൾ ചെയ്യുന്നതിന് കുഞ്ഞുങ്ങൾക്ക് കാർട്ടൂണും മറ്റും ഇട്ടുകൊടുത്ത് അവരെ ഒരു കോണിൽ ഇരുത്തുന്നു. സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു അപ്പനും അമ്മയും ശിശുവിൻ്റെ ഹൃദയത്തിലേക്ക് വചനത്തിൻ്റെ അക്ഷരം മാത്രമല്ല ആത്മാവിനെ കൂടി പകർന്നു കൊടുക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അച്ഛനമ്മമാർ മക്കൾക്ക് വചനം നടുകയും അതിന് വെള്ളമൊഴിക്കുകയും ചെയ്യണം. അപ്പോൾ വളർച്ച ദൈവം നൽകും. അങ്ങനെയുള്ള മക്കളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. പിന്നോക്കാവസ്ഥയിൽ പോയ കുട്ടികളുടെ ഭാവിയെപ്പറ്റി വിശ്വാസത്തോടെ നാം കാത്തിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ ശ്രമങ്ങൾക്ക് ഫലമില്ലെന്ന് തോന്നുമ്പോൾ പോലും നാം പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കണം. അവൾ നശിച്ചു എന്ന് പറഞ്ഞ് തള്ളുന്നവരായിരിക്കരുത് മാതാപിതാക്കന്മാർ. നമ്മുടെ ഭാഗത്ത് നിന്ന് കൈവിടാതെ വിശ്വാസമുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വിശ്വാസത്തെ ദൈവം മാനിക്കും. ഐശയ്യാ പ്രവചനം 54:13 ഇപ്രകാരം പറയുന്നു, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും, നിന്റെ മക്കളുടെ സമാധാനം വലുതായിരിക്കും. അതുകൊണ്ട് പ്രത്യാശ കൈവിടാതെ ഇടവിടാതെ രാത്രിയിലും സമയം കിട്ടുമ്പോഴൊക്കെയും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം പ്രവർത്തിക്കും തീർച്ചയായിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ.
കുട്ടികളുടെ ഏകദേശം ഒരു വയസ്സാകുമ്പോൾ അവർക്ക് വടിയെ പേടി ഉണ്ടാകണം. അടക്കിയ ശബ്ദത്തിൽ മാത്രം കരയുവാൻ അവരെ അഭ്യസിപ്പിക്കണം. ഇങ്ങനെ ശീലിപ്പിച്ചാൽ പിൻകാലത്ത് തങ്ങൾക്ക് തിരുത്തേണ്ടതായി വരുന്ന വളരെയധികം ദുശീലങ്ങൾ ഇവരിൽ ഉണ്ടാകുകയില്ല. ഏലി പുരോഹിതൻ്റെ ജീവിതത്തിൽ തൽക്ഷണം കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം നൽകാത്തതിനാൽ അവർ വഴിതെറ്റിപ്പോയി. കുട്ടികൾ കരഞ്ഞ് ശബ്ദം വെച്ച് കാര്യങ്ങൾ സാധിക്കുന്ന ശീലം ഭവനത്തിൽ ഒരിക്കലും അനുവദിക്കരുത്. സ്തോത്രം. മാത്രമല്ല, ഭവനത്തിൽ ഒച്ചപ്പാടുണ്ടാക്കുവാൻ അവരെ അനുവദിക്കരുത്. കളിക്കുന്ന സമയത്തൊന്നും, ഭക്ഷണ സമയത്ത് തങ്ങൾക്ക് ഇഷ്ടമായ ഭക്ഷണം മാത്രം തിരഞ്ഞെടുക്കുവാൻ കുട്ടികളെ അനുവദിക്കരുത്. തങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കുവാൻ അവരെ അഭ്യസിപ്പിക്കണം. തങ്ങൾ കരഞ്ഞ് പലപ്പോഴും ആവശ്യപ്പെടുന്ന ഭക്ഷണം എന്തായാലും ലഭിക്കുമെന്ന് കുട്ടികൾക്ക് ബോധ്യമുണ്ടാകരുത്. അബ്രഹാമിൻ്റെ കൂടെ ലോത്തും ഇറങ്ങിത്തിരിച്ചു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ, ലോത്ത് അബ്രഹാമിനെ വിട്ട് സുഖസൗകര്യങ്ങൾ നോക്കി എത്തിച്ചേർന്നത് സോതോമിലാണ്. ദൈവം സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പ് ലോത്തിനെ രക്ഷപ്പെടുത്തുവാനുള്ള അവസരം നൽകി. ഭാര്യ ദൈവകൽപ്പന ലംഘിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി. ലോത്ത് ചോദിച്ചു വാങ്ങി മക്കളെ കൊണ്ട് അടുത്തുള്ള ചെറിയ പട്ടണത്തിൽ ചെന്ന് താമസമാക്കി. ലോത്തിന് വേണമായിരുന്നെങ്കിൽ അബ്രഹാമിൻ്റെ അടുക്കൽ ചെന്ന് പാർക്കാമായിരുന്നു. ഈ ചെറിയ പട്ടണത്തിലും രക്ഷയില്ല. തുടർന്ന് അടുത്തുള്ള പർവ്വതത്തിൽ ചെന്ന് താമസമാക്കി. പർവ്വതത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ കുറെ വീഞ്ഞും കൂടെ കൊണ്ടുപോയി. മക്കൾ സൊദോമിലും ഗൊമോറയിലും കണ്ടുപഠിച്ച കൾച്ചർ അപ്പനോട് ചെയ്തു. മക്കൾ പ്രാർത്ഥിച്ചില്ല തക്കതായ ഒരു തുണയെ ലഭിക്കുന്നതിന്. പകരം സ്വയം തീരുമാനമെടുത്ത് ചേട്ടത്തെയും അനിയത്തിയും രാത്രിയിൽ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് പങ്കുവച്ചു. നമ്മുടെ താമസം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സഹകരണം എല്ലാം നമ്മെപ്പോലെ ഉള്ളവരുടെ കൂടെ ആയിരിക്കണം. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. വീരൻ്റെ കയ്യിലെ അമ്പുകൾക്കൊരു ലക്ഷ്യമുണ്ട്. ഈ വീരൻ ഒരുപക്ഷെ വേട്ടക്കാരനായിരിക്കാം, ഒരു യുദ്ധയോദ്ധാവായിരിക്കാം. സ്തോത്രം. എന്തുമാകട്ടെ, അവൻ്റെ ലക്ഷ്യം തെറ്റുമ്പോൾ അമ്പുകൾ ഗുണത്തിന് പകരം ഒരുപക്ഷെ ദോഷമായിരിക്കും ചെയ്യുന്നത്. മക്കളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ മാതാപിതാക്കന്മാരെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഡയറക്റ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്തോത്രം.